നീ കിടന്നില്ലേ മോളെ? ഇല്ല. എന്താ അമ്മ? അച്ഛനാ പ്രപ്പോസലിനെ കുറിച്ച് പിന്നെ നിന്നോട് വല്ല സംസാരിച്ചോ? ഇല്ല. ഇനിയൊരു ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യമില്ലാത്ത മട്ടില് നേരത്തെ തന്നെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞില്ലേ? അമ്മ എന്താ ചോദിച്ച? ഒന്നുമില്ല. BP എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോവാൻ തോന്നുന്നു. അക്കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വീട്ടിൽ പലതും സംഭവിക്കും. അതെന്തായാലും അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ എല്ലാവരും മാനസികമായി ഒന്ന് തയ്യാറെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ അത് പറയാൻ തന്നെയാ ഞാനിപ്പോ വന്നത്. നീ അവിവേകം ഒന്നും കാണിക്കരുത്. അത് ശരി. ഇപ്പൊ എനിക്കാണോ കുറ്റം മുഴുവൻ? എനിക്ക് തോന്നുന്നത് നേരെ തിരിച്ചാ. ഇപ്പൊ അമ്മയാ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അച്ഛനെ ഞാനൊരു പരിധിവരെ കുറ്റം പറയില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ധാരണയെക്കുറിച്ച് BPക്ക് അറിയില്ലല്ലോ. അതറിയാത്തിടത്തോളം കാലം അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് രണ്ടുപേർക്കുവാ. നമ്മൾ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോ അമ്മയ്ക്കാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിന് സാധിക്കുന്നത്. എത്ര സിമ്പിളായിട്ട് അപ്പോ നീ ഇത് പറയുന്നേ? ഈസി ആയിട്ട് സാധിക്കുമെന്ന്. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കേ അറിയാവൂ. നീ പറഞ്ഞതുപോലെ ആ തുറന്നു പറച്ചിൽ കൊണ്ടുണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എത്ര വലുതായിരിക്കുമെന്ന് പേടിച്ചിട്ട് തന്നെയാ ഓരോ തവണയും ഞാൻ പിന്മാറുന്നത്. പക്ഷേ VPയുടെ ആവേശം കാണുമ്പോൾ എന്റെ പേടി കൂടി വരിക. അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പേടിച്ച് നമ്മൾ സത്യങ്ങൾ മൂടിവെക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി ആ ഒരു വഴിയേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ച് അച്ഛനോടെല്ലാം തുറന്നു പറയാം. ഇനിയിപ്പോ അമ്മയ്ക്ക് അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ, ഇല്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ അവസരം എനിക്ക് തരിക. ഞാൻ തന്നെ അച്ഛനോട് അവതരിപ്പിച്ചോളാം. അമ്മ എന്തു പറയുന്നു? വേണ്ടപ്പോ, അത് ശരിയാവില്ല. അച്ഛനോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഓക്കെ. പക്ഷെ ഇനിയും അതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമില്ല. എത്ര നേരത്തെ ആയാൽ അത്രയും നല്ലത്. അമ്മ, ചിലപ്പോ അമ്മയൊന്നും പറയാതെ തന്നെ ഈ പ്രപ്പോസൽ ക്യാൻസൽ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്താ നീ അങ്ങനെ പറഞ്ഞത്? അച്ഛന്റെ ഫ്രണ്ടിന്റെ മകന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാനൊരു മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ കഴിയുമെങ്കിൽ ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആള് ജെന്യൂൻ ആണെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ പറഞ്ഞ് അയാൾ തന്നെ ഇതിൽ നിന്ന് സ്വയം പിന്മാറിക്കോളൂ. അത് വേണ്ടിയിരുന്നില്ലപ്പോ. അഥവാ അയാൾ പിന്മാറുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം അച്ഛനോട് പറയാതിരിക്കില്ല. അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്ര സ്ട്രോങ് ആ. പറയുന്നെങ്കിൽ പറയട്ടെ. അമ്മയ്ക്കും എനിക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവുമെന്ന് കരുതിയാൽ മതി. എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോ അഥവാ അയാൾ പിന്മാറിയാൽ തന്നെ വേറെ പ്രപ്പോസൽ അച്ഛനായിട്ട് തന്നെ തേടി പിടിക്കാതിരിക്കില്ല. അച്ഛനിപ്പോ ഇതൊരു മത്സരമാ. മാളുവിനെയും അവളുടെ വീട്ടുകാരെയും തോൽപ്പിക്കാനുള്ള മത്സരം. പക്ഷേ മത്സരത്തിനുള്ള ക്വാളിഫിക്കേഷൻ റൗണ്ട് പോലും പാസ്സാവാൻ പറ്റില്ലെന്ന് പാവം VPക്ക് അറിയില്ലല്ലോ. അത് മനസ്സിലാക്കാത്തിടത്തോളം സ്വയം കെട്ടിപ്പൊക്കിയ മനക്കോട്ടയ്ക്ക് മുകളിലിരുന്ന് ഒരിക്കലും നടക്കാനിടയില്ലാത്ത വിജയത്തെക്കുറിച്ച് വെറുതെ സ്വപ്നം കാണും. ഒടുവിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം BP വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് ഇനി ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കാതെ തുറന്നു പറയുന്നതാവും നല്ലത്. ഇല്ല ഗൗതം, തനിക്ക് എന്നിൽ വിശ്വാസക്കുറവുണ്ട് എന്ന് തോന്നിയത് കൊണ്ടല്ല ഞാൻ ഇത്രയും ഓപ്പണപ്പ് ആയത്. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു ഫാമിലി റിലേഷനിലേക്ക് വഴിമാറുമ്പോൾ
കാര്യങ്ങൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവണമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏയ്, താനത് നല്ല അർത്ഥത്തിൽ തന്നെ എടുക്കൂന്ന് എനിക്കറിയാലോ ഗൗതം. അതുകൊണ്ടല്ലേ ഒരു മടിയുമില്ലാതെ ഞാൻ ഇക്കാര്യം തന്നോട് ഷെയർ ചെയ്യാൻ തയ്യാറായത്. ഓക്കെ ഗൗതം, ഞാൻ തൻ്റെ സമയം കളയുന്നില്ല. ജോലി നടക്കട്ടെ. വിവേകനോട് സംസാരിച്ചിട്ട് സൗകര്യം പോലെ വിളിച്ചാൽ മതി. ഓക്കെ, ബൈ. ഓ, മനസ്സിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടി. വി പി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിലും ഗൗരവമുള്ളൊരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട്. എന്താ അത്? കേട്ടോ ഗീത, ഗൗതം ഇങ്ങനൊരു പ്രപ്പോസൽ ഇങ്ങോട്ട് വെച്ചപ്പോൾ ആദ്യത്തെ ആവേശത്തിൽ ഞാൻ കയറി ഓക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതേക്കുറിച്ച് കാര്യമായിട്ടൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. അപ്പോൾ സമ്മതിക്കില്ലെന്നല്ലേ? ആ ടെൻഷൻ എനിക്കിപ്പോഴും ഉണ്ട് വി പി. നോ, അപ്പുവിൻ്റെ കാര്യത്തിലായിരുന്നില്ല എനിക്ക് ടെൻഷൻ. അവളെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാന്ന് തുടക്കത്തിലെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പേടി അതല്ലായിരുന്നു. അപ്പുവിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് നമ്മളല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ് ഗൗതമ വിവേകം അറിഞ്ഞാൽ അവർ ഇക്കാര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പുവിനുണ്ടായിരുന്ന പ്രശ്നം പൂർണ്ണമായി അവരിൽ നിന്ന് മറച്ചു വെക്കുന്നത് മര്യാദയല്ലല്ലോ. നമ്മുടെ ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹമുള്ളവർ ചുറ്റുവട്ടത്തുള്ളപ്പോൾ ഇതൊക്കെ ഒന്നിനൊമ്പതാക്കി ഗൗതമിൻ്റെയും മോൻ്റെയും കാതിലെത്തിക്കുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ അവരെ ഇക്കാര്യം അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഏതായാലും ഞാൻ പേടിച്ചു പോലൊന്നും ഉണ്ടായില്ല ഗീത. ഗൗതം ഇത് വളരെ ലാഘവത്തോടെ എടുത്തത്. അപ്പുവിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഗൗതമിന് താല്പര്യം കൂടിയിട്ടേ ഉള്ളൂ. അപ്പു ഒരു ട്രാൻസ്പേഴ്സണോന്ന് അറിഞ്ഞിട്ട് കൂടി? ട്രാൻസ്പേഴ്സണോ? അപ്പുവോ? എന്താ ഗീത താനിങ്ങനെ വകതിരിവില്ലാതെ സംസാരിക്കുന്നത്? താനും കൂടി അവളെ അങ്ങനെ അങ്ങ് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ. നോക്ക്, മേലിൽ അപ്പുവിനെ കുറിച്ച് അറിയാതെ പോലും തൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ടേം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ അവളുടെ പേടിയും സംശയമായിരുന്നെന്ന് താൻ തന്നെയല്ലേ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്? എന്നിട്ടും അതേ ആള് തന്നെ അവളെപ്പോഴും ട്രാൻസ്പേഴ്സൺ എന്നാണോ വിളിക്കേണ്ടത്? കഷ്ടം തന്നെ. വി പി, ഞാനൊന്ന് പറയട്ടെ? നോ, ഇനി ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. പറഞ്ഞല്ലോ, ഇനി ഇങ്ങനെ അപ്പുവിനെ കുറിച്ച് പറയാതിരുന്നാ മതി. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പു ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരിയാണെന്നും ആൺകുട്ടികളോട് പൊതുവെ അകലം പാലിക്കുന്ന സ്വഭാവമാണെന്നും ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് അവൾ ഇതുവരെ സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ ഗൗതമനോട് പറഞ്ഞു കഴിഞ്ഞു. അയാൾക്കും മോനും അതൊന്നും ഒരു പ്രശ്നമല്ല. തീരെ നാണം കുടുങ്ങികളെ അവർക്കും വേണ്ടെന്നാ ഗൗതം പറയുന്നത്. അപ്പുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാ അവർക്കും താല്പര്യം. കാര്യമൊക്കെ ശരി തന്നെ വി പി. പക്ഷേ അപ്പു ഈ പ്രപ്പോസലിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ സമ്മതിക്കും. സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. ഗീത, എൻ്റെ ഒപ്പമാണ് താൻ ഉണ്ടാവേണ്ടത്. അത് മറക്കണ്ട.